മോനെ നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിനോട് ഞാൻ സംസാരിച്ചടാ. നീ ഏത് ഹോസ്പിറ്റൽ, മലപ്പുറം ഏത് ഹോസ്പിറ്റലാണെങ്കിലും നിന്നെ ആ കാര്യങ്ങളെ നീ ഒരാളിനെ ഇതാക്കിയിട്ട് ഇപ്പുറത്ത് കൂടെ വന്ന് അടിക്കാൻ വന്നപ്പോ അപ്പുറത്ത് കൂടെ ഓടിയവനല്ലടാ കൈസേ നീ. എന്തിനാണ് കൈസ ഇങ്ങനെ നാറിയ പണിക്ക് നിൽക്കുന്നത്? പെണ്ണുങ്ങളെ പറഞ്ഞ് തിന്നും ചെയ്യാ. ആ പെണ്ണുങ്ങളുടെ കെട്ടിയവന്മാരെ അടിക്കാൻ വന്ന നീ ഹോസ്പിറ്റലിന്റെ ബാക്ക് കൂടെ ഓടിയവനല്ലടാ. എല്ലാ കഥകളും അറിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കേസ് നീ എന്താ ആണുങ്ങളെ പോലെ നിക്കടാ. എന്തിനാടെ തല്ലാൻ വരുമ്പോഴേക്കും, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് ചോദിക്കാൻ വരുമ്പോഴേക്കും നീ എവിടേക്കാണോ മോനെ ഓടുന്നത്? അപ്പൊ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ നിന്റെ അടുത്ത് വരണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കൈസേ. ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഒറ്റയ്ക്കല്ല വരിക മോനെ കൈസേ. ഷാജിദ ഒറ്റയ്ക്കല്ല വരണത്. അതുകൊണ്ട് ഷാജിദ പറഞ്ഞു കണ്ട് തരാം. ഓക്കെ മോനെ കൈസേ. നീ ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലല്ല കേട്ടോ, ഒരു സംഭവം ക്ലിനിക്കാണ്. അതിന്റെ വിശദ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എവിടെ എന്താ ഏതാ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട്, ഏത് സ്ഥലമാണ് എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. വൈകാതെ ഞാൻ നിന്നിലേക്ക് എത്തും. ഓക്കെ, എന്റെ ഫോൺ കോളിലൂടെ എത്തുള്ളൂ. ഞാൻ നേരിട്ട് നിന്നിലേക്ക് എത്തും. എന്നിട്ട് എന്റെ വിശദമായിട്ടുള്ള കഥകൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് തരാം മോനെ. നീ അങ്ങോട്ട് വീഡിയോസ് അങ്ങോട്ട് അവന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എടാ മോനെ, ആണായിട്ട് നിനക്ക് ധൈര്യത്തിൽ നിന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് പറയും പോലെ വർത്താനം എനിക്ക് നിന്നോട് പറയുള്ളൂ. എന്നെ എന്റെ മക്കളെയും വല്ലാണ്ട് ഇട്ടങ്ങോട്ട് അഴിക്കണെങ്കിൽ നിന്റെ കരണം അടിച്ചു പോക്കാൻ എനിക്ക് അറിയാടാ. ഞാൻ വേറെ ആരും വേണ്ട, ഞാൻ എന്നെ മതി നിന്റെ കരണം അടിച്ചു പൊളിക്കാൻ. ഞാൻ എന്നെ അവിടെ വരും, നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കും. നീ ഏത് എവിടത്തെ കൈസാണെങ്കിലും നിന്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കടാ. എന്നെ എന്റെ കുട്ടികളെ നീ വലിച്ചഴിച്ചിട്ട് നീ വല്ലാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കാൻ നിന്റെ അണ്ണാക്കല് നീ എവിടെ. കൈസും അതുപോലെ തന്നെ ഷാജിദയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെയിനായിട്ട് തുടങ്ങിയത് ഷാജിദ ഓരോ വീഡിയോ തൻ്റെ ഉമ്മയെ പറ്റിയൊക്കെ ഇടുന്ന സമയത്തും, അതും കുറേ മോശമായിട്ടുള്ള രീതിയിൽ വീഡിയോ ഇട്ട സമയത്തൊക്കെ ഷാജിദയുടെ ഉമ്മയുണ്ടെങ്കിൽ കൈസിനെ വിളിക്കുകയും എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ കൈസ് അതേ കണക്ക് പുറത്ത് വിട്ടിട്ട് ഷാജിദയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഷാജിദയ്ക്ക് ഒട്ടും തന്നെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനുശേഷം കുറേയധികം വീഡിയോസ് കേസിനെതിരെ ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നീ അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മോശമായിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഫുള്ള് കൈസിനെതിരെ തെറി വിളിക്കുകയോ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു കൈസ് തന്നെയാണ് ആദ്യ സമയങ്ങളിൽ ഷാജിദയെ പൊക്കി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയധികം വീഡിയോസൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ആ ഒരു ഷാജിദ തന്നെയാണ് ഇപ്പോൾ കൈസിനെ എന്ത് ചെയ്തേക്കുന്നത് കുറ്റം പറയുക. കാരണം ഉമ്മയ്ക്ക് സപ്പോർട്ടായി സംസാരിച്ചു, ഷാജിദ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ സംസാരിച്ചു എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു കാര്യം ഇഷ്യൂസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഷാജിദ എന്ത് ചെയ്യുവാണ്, കൈസ് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് വിളിച്ചുണ്ടെങ്കിൽ ഇതേ കണക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു നമ്പർ ഇറക്കിയതാണ്. പക്ഷേ ഈ ഒരു കേസിൻ്റെ ആ ഒരു ഹോസ്പിറ്റലൊക്കെ ഉള്ളവർ അത് കറക്റ്റായിട്ട് ഡീല് മനസ്സിലായിട്ടുണ്ട്. ഇതേ കണക്ക് സ്റ്റേഷനിൽ നിന്നൊന്നും അല്ല, ഇതേ കണക്ക് ഫേക്കായിട്ടുള്ള വിളിക്കുവാണ് എന്നുള്ള സംഭവം കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് കേസ് ആ ഒരു വീഡിയോയിൽ തൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കേണ്ടവർക്ക് അത് പോയി കേൾക്കാവുന്നതാണ്. എന്തായാലും ഇതേ കണക്ക് ഷാജിദ കുറേ ഇതിനു മുമ്പ് 2-3 ദിവസമായിട്ട് ഈ ഒരു കേസിനെതിരെ നെഗറ്റീവായിട്ടുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ കേസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഷാജിക്കെതിരെ സംസാരിച്ചു, ആ വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടു ഉമ്മ സംസാരിച്ചത് അത് എടുത്തു വെച്ച് എല്ലാവരും ഷാജിദയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെടാത്ത ഷാജിദയാണ് ഇതേ കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കൈസിൻ്റെ ഈ ഒരു വർക്ക് ചെയ്യുന്നിടത്തൊക്കെ പോയി ഇങ്ങനെ വിളിക്കുക അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. നേരിട്ട് സംസാരിക്കണമെങ്കിൽ ഷാജിദയ്ക്ക് ഉറപ്പായിട്ടും വീട്ടിൽ ചെന്ന് അവിടെ തന്നെ കൈസ് കാണും, അവിടെ ചെന്ന് സംസാരിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനത്തുള്ള ജോലി ചെയ്യുന്നിടത്തൊക്കെ വിളിക്കുക, അവിടെ പ്രശ്നം ഉണ്ടാക്കുക, അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഷാജിദ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഇത് കാണുന്ന കുറേയധികം പേര് ഷാജിദയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ വിമർശിക്കുന്നവരുണ്ടായിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് എനിക്കറിയാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, ബൈ.